ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള താൽക്കാലിക പ്രവേശന റോഡ് യാത്രക്കാരുടെ നടുവൊടിക്കുന്നതായി പരാതി. റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. റെയിൽവേയുടെ അധീനതയിലുള്ള പ്രധാന റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അടച്ചിട്ടതിനെ തുടർന്ന് താൽക്കാലികമായി തുറന്നുകൊടുത്ത ഗുരുവായൂർ നഗരസഭയുടെ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് അതീവ ശോചനീയാവസ്ഥയിലായിരിക്കുന്നത്. ഔട്ടർ റിംഗ് റോഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്ന ഈ ഭാഗത്തെ 200ഓളം മീറ്റർ ദൂരം 4 മാസത്തോളമായി സഞ്ചാരയോഗ്യമല്ല. ആഴത്തിലുള്ള കുഴികളാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കുഴിയുടെ വലിപ്പം അറിയാതെ വരുന്ന വാഹനങ്ങൾ ചതിക്കുഴികളിൽ വീണ് അപകടങ്ങൾ പതിവാണ്. ഇതുമൂലം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഓട്ടോറിക്ഷകളും ടാക്സി വാഹനങ്ങളും മടിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷന് മുന്നിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷ പാർക്കിംഗ് ഔട്ടർ റിംഗ് റോഡിന് സമീപത്തേക്ക് മാറ്റി. ട്രെയിൻ ഇറങ്ങി വരുന്ന യാത്രക്കാർ ഏറെ ദൂരം നടന്ന് ഓട്ടോ വിളിക്കേണ്ട ഗതികേടാണ്. കോൺക്രീറ്റ് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന റെയിൽവേ റോഡ് 1 മാസത്തിനകം തുറന്നുകൊടുക്കാനാകുമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ റോഡ് തുറന്നുകൊടുക്കാൻ മാസങ്ങൾ എടുക്കുമെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാരുടെ മാത്രമല്ല വാഹനങ്ങളുടെയും നടുവൊടിക്കുന്നതായും അടിയന്തരമായി റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നും ഡ്രൈവർമാർ ആവശ്യപ്പെട്ടു. ഈ റോഡ് ഇപ്പോൾ പണി നടക്കുകയാണ്. അപ്പോൾ താൽക്കാലിക റോഡ് നമുക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഓട്ടോറിക്ഷക്കാർക്ക് മറ്റേ മെയിൻ്റനൻസ് ആയിട്ടും നടുവേദനയായിട്ടും ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. യാത്രക്കാർ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ലഗേജുമായിട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ എത്രയും വേഗം ആ റോഡൊന്ന് സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടിയിട്ട് അധികാരികളെ കണ്ണു തുറപ്പിക്കാനുള്ളൊരു നടപടി ഉണ്ടാവണം. അറ്റകുറ്റപ്പണി നടത്താതെ 4 വർഷത്തോളമായി കുണ്ടും കുഴിയും നിറഞ്ഞുകിടന്നിരുന്ന റെയിൽവേ റോഡ് ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ടാറിങ്ങും കോൺക്രീറ്റും നടത്താൻ റെയിൽവേ തയ്യാറായത്. നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ താൽക്കാലിക റോഡിലെ ദുരിതം പേറേണ്ടി വരുന്നതിനാൽ തന്നെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. TCV ന്യൂസ്, ഗുരുവായൂർ.